ഒരു AI ഫോട്ടോ എഡിറ്ററിലേക്ക് നിങ്ങളുടെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രമാത്രം വ്യക്തിഗത ഡാറ്റയാണ് നൽകുന്നതെന്നും ആ ഡാറ്റ നിങ്ങൾക്കെതിരെ എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങൾക്കറിയാമോ? സോഷ്യൽ മീഡിയകളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഗിബിലി ഇമേജ് എന്നറിയപ്പെടുന്ന ജിലേബി അല്ലെങ്കിൽ ജിംബിൾ എന്നൊക്കെ ചെല്ലപ്പേരോട് കൂടി വിളിക്കുന്ന ഒരു AI ടൂളിനെ കുറിച്ചാണ് ഈ വീഡിയോ. ആദ്യം തന്നെ എന്താണ് ഗിബിലി എന്ന് അറിയാത്തവർക്കായി, ഇത് ഒരു AI ഫോട്ടോ എഡിറ്റിംഗ് ടൂളാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു ഫോട്ടോ ഈ ഒരു AI ടൂളിൽ അപ്ലോഡ് ചെയ്ത ശേഷം അതിൽ ക്രിയേറ്റ് എ ഗിബിലി ഇമേജ് എന്ന് ടൈപ്പ് ചെയ്തു കൊടുത്താൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ ഒരു കാർട്ടൂൺ രൂപത്തിലാക്കി തരുന്ന ഒരു പ്രക്രിയയാണ്. ChatGPT ഗ്രോക്ക് എന്ന AI ബേസ്ഡ് ടൂളാണ് ഇത്. സമീപ വർഷങ്ങളിൽ AIയിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോ എഡിറ്ററുകൾ കൂടുതൽ പ്രചാരത്തിലായിട്ടുണ്ട്. ഇത് ആളുകൾക്ക് അവരുടെ ഫോട്ടോകൾ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാനും മെച്ചപ്പെടുത്താനും അനുവദിക്കുന്നു. ഈ ഉപകരണങ്ങൾ അവിശ്വസനീയമാം വിധം ഉപയോഗപ്രദമാകുമെങ്കിലും അവ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതിന് നിരവധി കാരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് സ്വകാര്യത ആശങ്കകളുടെ കാര്യത്തിൽ. AI ഫോട്ടോ എഡിറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ പ്രധാന സ്വകാര്യത ആശങ്കകളിലൊന്ന് സോഫ്റ്റ്വെയറിന് നിങ്ങളുടെ സ്വകാര്യ ഡാറ്റ ആക്സസ് ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള സാധ്യതയാണ്. നിങ്ങൾ ഒരു AI ഫോട്ടോ എഡിറ്ററിലേക്ക് നിങ്ങളുടെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിത്രങ്ങൾ, ലൊക്കേഷൻ ഡാറ്റ, മറ്റ് മെറ്റാഡാറ്റ എന്നിവയുൾപ്പെടെയുള്ള നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളിലേക്ക് സോഫ്റ്റ്വെയറിന് ആക്സസ് നൽകുകയാണ്. ഈ വിവരങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്ക് അവരുടെ അൽഗോരിതങ്ങൾ പരിശീലിപ്പിക്കുകയോ മൂന്നാം കക്ഷികൾക്ക് ഡാറ്റ വിൽക്കുകയോ പോലുള്ള സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ സ്വകാര്യതയെയും നിങ്ങളുടെ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയേക്കാവുന്ന മറ്റുള്ളവരുടെ സ്വകാര്യതയെയും അപകടത്തിലാക്കിയേക്കാം. മറ്റൊരു സ്വകാര്യത ആശങ്ക, AI ഫോട്ടോ എഡിറ്റർമാർ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ദോഷകരമോ ആയ രീതിയിൽ ചിത്രങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയാണ്. AI അൽഗോരിതങ്ങളുടെ വർദ്ധിച്ചുവരുന്ന സങ്കീർണതയോടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്നതിനോ ഉപയോഗിക്കാവുന്ന വളരെ യാഥാർത്ഥ്യബോധമുള്ള ഡീപ്ഫേക്ക് ഇമേജുകൾ സൃഷ്ടിക്കാൻ ഇപ്പോൾ സാധ്യമാണ്. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രചാരണങ്ങളുടെയോ പൊതുവ്യക്തികളുടെയോ കാര്യത്തിൽ. കൂടാതെ ചില AI ഫോട്ടോ എഡിറ്റർമാർ ചിത്രങ്ങൾ വിശകലനം ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ചിത്രങ്ങളിലെ ആളുകളെ തിരിച്ചറിയാനും അവരുടെ ചലനങ്ങൾ ട്രാക്ക് ചെയ്യാനും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം. ഇത് ഗുരുതരമായ സ്വകാര്യതാ ലംഘനമാകാം. മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഇപ്പോഴും താരതമ്യേന പുതിയതാണ്. അതിന്റെ കൃത്യത വിശ്വസനീയമല്ലായിരിക്കാം. ഇത് തെറ്റായ പോസിറ്റീവുകളിലേക്കും മറ്റു പിശകുകളിലേക്കും നയിച്ചേക്കാം. അവസാനമായി, പല AI ഫോട്ടോ എഡിറ്റർമാരും ഇപ്പോഴും വികസനത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്നും അവ പൂർണ്ണമായും വിശ്വസനീയമോ സുരക്ഷിതമോ ആയിരിക്കില്ല എന്നും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. AI അൽഗോരിതങ്ങൾ തെറ്റുകൾ വരുത്തുന്നതോ അഭികാമ്യമല്ലാത്ത ഫലങ്ങൾ ഉണ്ടാക്കുന്നതോ ആയ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രശസ്തിക്ക് നാണക്കേടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ദോഷം വരുത്തുന്നതോ ആകാം. കൂടാതെ പല AI ഫോട്ടോ എഡിറ്റർമാരും അവരുടെ ഡാറ്റ ഉപയോഗത്തെക്കുറിച്ചോ സുരക്ഷാ രീതികളെക്കുറിച്ചോ സുതാര്യരല്ല. ഇത് നിങ്ങളുടെ വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് കൃത്യമായി അറിയാൻ പ്രയാസകരമാക്കുന്നു. ഉപസംഹാരമായി, നിങ്ങളുടെ ഫോട്ടോകൾ മെച്ചപ്പെടുത്തുന്നതിന് AI ഫോട്ടോ എഡിറ്റർമാർ ഉപയോഗപ്രദമാകുമെങ്കിലും അവ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുകയും ഉൾപ്പെട്ടിരിക്കുന്ന സാധ്യതയുള്ള സ്വകാര്യത അപകടസാധ്യതകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് അവരുടെ ഡാറ്റ ഉപയോഗത്തെക്കുറിച്ചും സുരക്ഷാ രീതികളെക്കുറിച്ചും സുതാര്യമായ, പ്രശസ്തവും വിശ്വസനീയവുമായ ഫോട്ടോ എഡിറ്റർമാരെ ഉപയോഗിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുക. ഈ മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കുമുള്ള അപകടസാധ്യതകൾ കുറയ്ക്കുന്നതിനൊപ്പം AI പവർ ചെയ്ത ഫോട്ടോ എഡിറ്റിംഗിന്റെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാനാകും.